കേന്ദ്രം നഷ്ടപരിഹാര തുക നൽകിയിട്ടും പക്ഷിപ്പനിയുടെ പേരിൽ കൊന്നൊടുക്കിയ താറാവുകളുടെ നഷ്ടപരിഹാര തുക കർഷകർക്ക് നൽകാതെ സംസ്ഥാന സർക്കാർ. മാസങ്ങൾ കഴിഞ്ഞിട്ടും നഷ്ടപരിഹാരം ലഭിക്കാതായതോടെ പ്രതിസന്ധിയിലാണ് താറാവ് കർഷകർ. ഡിസംബർ 31 വരെ ആലപ്പുഴ ജില്ലയിൽ വളർത്തുപക്ഷികളുടെ ഉൽപാദനവും വിപണനവും സർക്കാർ നിരോധിച്ചത് ക്രിസ്മസ് വിപണിയിൽ കർഷകർക്ക് തിരിച്ചടിയായി. പക്ഷിപ്പനിയെ തുടർന്ന് 10 ലക്ഷത്തിലധികം പക്ഷികളെയാണ് ആലപ്പുഴ ജില്ലയിൽ കള്ളിങ്ങിന് ഇരയാക്കിയത്. 2.64 കോടി രൂപ ഇതിന് നഷ്ടപരിഹാരമായി കർഷകർക്ക് ലഭിക്കേണ്ടതുണ്ട്. പക്ഷിപ്പനിയുടെ പേരിൽ 8 മാസം മുൻപ് കൊന്ന താറാവുകൾക്കുൾപ്പെടെ 3 കോടി രൂപ കേന്ദ്രം നഷ്ടപരിഹാരമായി നൽകി. എന്നാൽ സംസ്ഥാന സർക്കാർ ഇതുവരെ ഈ തുക കർഷകർക്ക് നൽകിയിട്ടില്ല. കടം വാങ്ങിയും ലോണെടുത്തും വളർത്തി വലുതാക്കിയ താറാവുകളെ കൊന്നതോടെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടായത്. താറാവ് കർഷകർക്ക് പ്രതിസന്ധിയാണോ എന്ന് ചോദിച്ചാൽ പ്രതിസന്ധി തന്നെ. താറാവിനെ കൊന്നിട്ട് ഇത്രയും 8 മാസക്കാലമായിട്ട് നമുക്ക് പൈസ കിട്ടാതെ നമ്മൾ പലിശയ്ക്കും മറ്റ് കടം മേടിച്ചും ഇങ്ങനെ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ 8 മാസക്കാലമായിട്ട് തൊഴിലുകളില്ലാതിട്ട് മറ്റൊരു താറാവുകാരുടെ കൂട്ടത്തിൽ ഇപ്പോൾ താറാവിനെ നമ്മൾ ഒന്നിച്ച് പങ്കാളിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഒന്നും സർക്കാർ പറഞ്ഞിട്ടില്ല. എന്ന് ഈ പൈസ തരുമെന്നോ ഒന്നും സർക്കാരൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. താറാവിനെ കൊന്നു, താറാവിനെ പണം കിട്ടും എന്നുള്ള പ്രതീക്ഷയെ നമ്മൾ കാത്തിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ക്രിസ്മസ്, ഈസ്റ്റർ, പുതുവത്സര വിപണികൾ മുന്നിൽ കണ്ടാണ് താറാവുകളെ വളർത്തുന്നത്. 2014 മുതൽ പക്ഷിപ്പനിയെ തുടർന്ന് ഈ വിപണികൾ കർഷകർക്ക് നഷ്ടമാവുകയാണ് പതിവ്. ഇത്തവണ ഡിസംബർ 31 വരെ ആലപ്പുഴ ജില്ലയിൽ വളർത്തുപക്ഷികളുടെ ഉൽപാദനവും വിപണനവും സർക്കാർ നിരോധിച്ചതും കർഷകർക്ക് തിരിച്ചടിയായി. ഇത്തവണ ഡിസംബർ 30 വരെ താറാവ് വളർത്തണമെന്ന് പറയാൻ നമുക്ക് ക്രിസ്മസിന് വളർത്താനുള്ള താറാവുകളില്ല. താറാവ് വളർത്താൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ താറാവിനെ വളർത്തണമെന്ന് സർക്കാർ ഉത്തരവിട്ടായിരുന്നല്ലോ. അതുകൊണ്ട് നാട്ടിൽ നിലവിലുള്ള താറാവുകൾ മുട്ടത്താറാവുകളായിരുന്നു. അത് നമ്മുടെ കയ്യിൽ കിടക്കുന്ന താറാവാണ്. ആ താറാവുകളെ മാത്രം നമ്മൾ സംരക്ഷിക്കുക. പുറത്തുനിന്ന് കുഞ്ഞു താറാവുകളെ ഒന്നും വളർത്താൻ പറ്റത്തില്ല. ഡിസംബർ 30 വരെ ഇങ്ങനെ ഉത്തരവിട്ടിരിക്കുന്ന കാരണം നമുക്ക് ക്രിസ്മസിന് താറാവ് വയ്ക്കാനോ ഒന്നുമില്ല. കള്ളിങ് നടത്തിയ താറാവുകളുടെ നഷ്ടപരിഹാര തുക ഉടൻ നൽകിയില്ലെങ്കിൽ നിരാഹാര സമരം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് കർഷകരുടെ തീരുമാനം. ജനം, ആലപ്പുഴ.